വയറിൻ്റെ ഭിത്തികളിൽ ഉണ്ടാവുന്ന സുഷിരങ്ങളിലൂടെയാണ് നമ്മുടെ വയറിനുള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അത് വയറിൻ്റെ മുൻഭാഗത്ത് വരുന്ന വെൻട്രൽ ഹെർണിയാസ് അല്ലെങ്കിൽ പൊക്കിളിന് ചുറ്റും വരുന്ന അംബിലിക്കൽ ഹെർണിയാസ് എന്ന് പറയും. അടിവയറിൽ വരുന്ന ഇൻഗ്വൈനൽ ഹെർണിയാസ് വരാം. അതേപോലെ തന്നെ ആമാശയം അന്നനാളത്തിൻ്റെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞ് വരാം. വയറിൻ്റെ ഭിത്തിയിൽ ഉണ്ടാവുന്ന സുഷിരങ്ങളിൽ ഇതുവഴി വേണമെങ്കിലും നമുക്ക് ഹെർണിയാസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഹെർണിയ ഇത് വരാതിരിക്കാൻ ഡോക്ടർ പറഞ്ഞല്ലോ മസിൽ ടൈറ്റൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ടും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മസിൽ ടൈറ്റൻ ചെയ്യാന്ന് പറയുമ്പോൾ? അല്ല, എല്ലാത്തിനും വർക്കൗട്ടല്ല, ബട്ട് ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ചാണ് വേണ്ടത്. ഒന്ന് ഞങ്ങൾ പറഞ്ഞു, അമിതവണ്ണം, പിന്നെ ഞങ്ങൾ ഫുഡ് ഹാബിറ്റ്സിൽ കോൺസ്റ്റിപ്പേഷൻ വരിക, പിന്നെ നമ്മൾ ഇപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് വേണ്ടി വെയിറ്റ് ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതിനൊരു കറക്റ്റ് പോസ്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനൊരു അബ്ഡോമിനൽ വാൾ ഒരു എൻഗേജ് ചെയ്യുന്ന രീതിയൊക്കെ വേണം. അല്ലെങ്കിൽ നമ്മൾ അത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരം മൊത്തം ഈ വയറിൻ്റെ മേലെ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൂടുതൽ തള്ളുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ദെൻ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ട് ഹെർണിയക്ക്. മേ ബി പോസ്റ്റ് ഡെലിവറി ആയിരിക്കാം, പോസ്റ്റ് സർജറി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ ജനറൽ ഒരു വീക്കെൻഡ് ബോഡി ആയിരിക്കാം. അപ്പോൾ റോങ് പോസ്ചറിലും ഇതൊക്കെ എൻഗേജ് ചെയ്യാതെ നമ്മൾ വെയിറ്റ് എടുക്കാൻ പോയാൽ അപ്പം വേണമെങ്കിൽ ഹെർണിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി എ കോംപ്രിഹെൻസീവ് അപ്രോച്ച്. ഒരു നല്ല ഓപ്റ്റിമൽ വെയിറ്റ് ആയിരിക്കണം, ഒരു എൻഗേജിങ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. ഒരു 30 years ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് എക്സസൈസ്, ജസ്റ്റ് ഓടുന്ന മാത്രം എക്സസൈസ് അല്ലാതെ കുറച്ചൊക്കെ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ നോക്കണം. പിന്നെ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലത്തെ കോൺസ്റ്റിപ്പേഷനോ കഫ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോളിലായിരിക്കണം. പിന്നെ സ്മോക്കിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്മോക്കിംഗ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ്. നമ്മുടെ ബോഡിയുടെ കണക്റ്റീവ് ടിഷ്യൂവിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിലിൻ്റെ പാടകൾക്കും ശക്തി കുറയുകയും അത് ഹെർണിയ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ശ്വാസകോശം മാത്രമല്ല ഹെർണിയ വരും. നമ്മൾ യൂഷ്വലി ഹെർണിയ സർജറീസിനും വരുന്ന പേഷ്യൻസിനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. കാരണം സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെർണിയ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ വയറിന് വരുന്ന എല്ലാ മുഴകളും ഹെർണിയ ആണോ? അതെങ്ങനെയാണ് ഇതിനെ നമ്മൾ തിരിച്ചറിയുക? അത് ഡോക്ടർ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, കിടക്കുമ്പം അത് ഉള്ളിലോട്ട് പോകും. സാധാ മുഴകൾ അങ്ങനെ കിടക്കുമ്പോൾ ഉള്ളിലോട്ട് പോകില്ലല്ലോ. ഹേർണിയ ഒരു ഡിഫക്റ്റ് ഉണ്ട്. നമ്മൾ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ, അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോഴും അത് പുറത്തോട്ട് വരും. കിടക്കുമ്പോൾ ആ ഡിഫക്റ്റിൽ കൂടെ അത് വോട്ടെവർ ഫാറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കുടലാണെങ്കിൽ അത് തിരിച്ചുള്ളിലോട്ട് പോകും. അങ്ങനെയാണ് ഹേർണിയയും വേറെ നമ്മുടെ അല്ലാത്ത മുഴയും തമ്മിൽ തിരിച്ചറിയുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ എവിടെ വേണമെങ്കിലും വരാം. ദാറ്റ് ഇസ് ഹൗ വി ഡിഫറൻഷിയേറ്റ്. ഇത് കൂടുതലായിട്ട് ഹെർണിയ വരുന്നത് പുരുഷന്മാർക്കാണ് എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയില്ല. ചില ഹെർണിയാസ് പുരുഷന്മാരിൽ കൂടുതൽ വരാം. ചിലത് ഫെമറൽ ഹെർണിയൊക്കെ സ്ത്രീകൾ കൂടുതൽ വരാം. പൊക്കിളിൻ്റെ അവിടെയുള്ള സ്ത്രീകൾ എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞവരിലൊക്കെ പൊക്കിളിൻ്റെ അവിടെയുള്ള ഹെർണിയ കുറച്ച് കോമൺ ആണ്. കാരണം അവരുടെ അബ്ഡോമിനൽ വാൾ ഓൾറെഡി ഈ പ്രഗ്നൻസി കാരണം വീക്കൻ ആയിരിക്കും.